കഴിഞ്ഞ 4 മാസക്കാലമായി ബി.എൽ റാമിലെ സ്ഥിരം സാന്നിധ്യമാണ് കാട്ടാനക്കൂട്ടങ്ങൾ. ഏക്കർ കണക്കിന് കൃഷിഭൂമി നശിപ്പിച്ച ഇവയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. കാർഷിക മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന പ്രദേശവാസികളാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. കാട്ടാന ഭീതി ഒഴിയാതെ ഇവർക്ക് കൃഷിയിടങ്ങളിലിറങ്ങി കാർഷിക ജോലികൾ ചെയ്യുവാനോ വിളവെടുക്കാനോ സാധിക്കുന്നില്ല. അത് 3 ദിവസമായിട്ട് കുഞ്ഞും തല്ലയും ഇവിടെ ബി.എൽ ഡാമിൽ ടെൻ്റ് അടിച്ചിരിക്കുക. ചക്കക്കൊമ്പനാണെങ്കിൽ ഇന്നലെയും കൂടെ സിറ്റി കൂടെ നടപ്പുണ്ടായിരുന്നു. പിള്ളേർക്ക് ഒരു സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പഠിത്തത്തിന് പോകാൻ പറ്റുന്നില്ല, ഭയങ്കര ശല്യം. പണിയുന്നത് തന്നെ ഭയങ്കര പേടിയായിട്ടാണ് പണിയുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പിള്ളേരൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയത്തില്ല. അതിന് ഒരു പരിഹാരം ഉണ്ടാക്കി ആനേനെ ഒന്നെങ്കിൽ എങ്ങനെയെങ്കിലും മാറ്റാനുള്ള സൗകര്യം ഉണ്ടാക്കണം. ഈ ശൃംഗകണ്ഠത്ത് വെച്ചാണ് മറ്റേ ഹരിക്കൊമ്പനെ പിടിച്ചത്. അത് പിടിക്കുന്നത് അവർ കുറേ ആനകൾ കണ്ടതാണ്. അപ്പോൾ ഈ ഫോറസ്റ്റുകാർ വന്ന് ഇവിടുന്ന് ഓടിക്കുമ്പോൾ അത് അപ്പുറേ ചെന്നിട്ട് അതിലൂടെ വട്ടം കറങ്ങി തിരിച്ച് ഇവിടെ തന്നെയാണ് വരുന്നത്. ശൃംഗകണ്ഠം മേഖലയിലേക്ക് ആനകൾ ഇപ്പോൾ കൂടുതൽ പോകുന്നില്ല. ഇങ്ങനൊരു അവസ്ഥ. അപ്പോൾ ഇവിടെ സ്ഥിരം ശല്യമാണ് ആനയുടെ. കൃഷി തോട്ടങ്ങളെല്ലാം നശിപ്പിച്ചു. മിക്ക തോട്ടങ്ങളും ഇപ്പോൾ ആനയ്ക്ക് തീറ്റയില്ലാത്തത് കൊണ്ട് ആനകൾ ഈ ഏലമാണ് ചവിട്ടി ഒടിച്ച് കരച്ച് ഒഴിച്ചൊക്കെ തിന്നുന്നത്. കൃഷിക്കാരൻ വളരെ പ്രതിസന്ധിയിലാണ് ഇവിടെ. അരിക്കൊമ്പനെ പൂട്ടിയതോടെ ഭയന്ന കാട്ടാനക്കൂട്ടങ്ങൾ ബി.എൽ റാമിലെ കൃഷിയിടത്തിൽ നിന്നും ചിന്നക്കനാലിലെ പുൽമേടുകളിലേക്ക് തിരികെ പോകാൻ മടിക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു. ഏത് നിമിഷവും കാട്ടാനക്കലിയിൽ ജീവൻ പൊലിയുന്ന സാഹചര്യമുണ്ടായിട്ടും നാട്ടുകാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.